I think yesterday the Pakistani army chief had gifted a photo to the Pakistani Prime Minister Shehbaz Sharif. President of Pakistan was there, the Speaker of National Assembly was there. And these stupid jokers, they want to compete with India. They had given a photograph of a 2019 Chinese army drill, claiming it's a victory over India. ഹായ് നമസ്തേ. അസറുദ്ദീൻ ഒവൈസി എന്ന ഭാരതത്തിൽ നിന്നുള്ള ലീഡർ, അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഭാരതത്തിനു വേണ്ടി വിദേശത്ത് പോയി സംസാരിക്കുവാനായി ഡെലിഗേഷൻ പലരുടെയും ലീഡർഷിപ്പിൽ പോയിട്ടുണ്ട്. അതിലൊരാളാണ് അസറുദ്ദീൻ ഒവൈസി. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ അവരുടെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും സ്പീക്കറും ഒക്കെ ഇരിക്കുന്ന സമയത്ത് സൈന്യം കൊടുത്ത ഒരു ക്ലിപ്പിംഗ് കാണിച്ച് അവരുടെ പ്രധാനമന്ത്രി സംസാരിച്ച ഫേക്ക് വീഡിയോയെ പറ്റിയാണ്, ഫേക്ക് ഫോട്ടോഗ്രാഫിനെ പറ്റിയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: അത് ചൈനീസ് ഡ്രിൽ പരേഡ് അവർ നടത്തുന്ന സമയത്ത് അവരുടെ ആയുധങ്ങൾ വെച്ച് അവർ കാണിച്ച ആ ഒരു വീഡിയോ, അവരെടുത്ത വീഡിയോയാണ് ഇവിടെ നമ്മുടെ സൈന്യത്തിന് നേരെ പ്രയോഗിച്ചെന്ന് പറഞ്ഞ് ഫേക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ധാരാളം കള്ളങ്ങൾ പറഞ്ഞ് പാകിസ്ഥാൻ ലോകത്ത് പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സ്റ്റാൻസ് എന്താണ്, ഭാരതത്തിൻ്റെ നിലപാടെന്താണ്, ഇത് വിദേശ രാജ്യങ്ങളിൽ പോയി അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രോങ് ലീഡേഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ശശി തരൂർ, ഏക്നാഥ് ഷിൻഡെ, രവിശങ്കർ പ്രസാദ്, സുപ്രിയ സുലെ, കനിമൊഴി, ഇങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായിട്ട് വിദേശങ്ങളിൽ പോയി പല രാജ്യങ്ങളിൽ പോയി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാരതം സുശക്തമാണ്. ഇന്ന് ഭാരതത്തെ ആർക്കും അങ്ങനെ ആക്രമിച്ച് കീഴടക്കുവാനോ അല്ലെങ്കിൽ നിസ്സാരമായി കാണുവാനോ സാധിക്കില്ല എന്നതാണ് വാസ്തവം എന്നറിയിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തീവ്രവാദത്തിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുക കൂടിയാണ് അവരുടെ നിയോഗം. എന്തായാലും അവർ അത് വളരെ നന്നായി കാര്യങ്ങൾ നീക്കുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ വാഗ്ധോരണി വിദേശ രാജ്യങ്ങളിലെ നേതാക്കന്മാർ ശ്രവിക്കുന്നുണ്ട്, അവരുടെ വിദേശ രാജ്യങ്ങളിലെ ജനത അവർ കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് നാളെ സുശക്തമായ ഒരു ഭാരതമാണ് വേണ്ടത്, ഈ ഐക്യമാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, നല്ലൊരു നാളേക്ക് വേണ്ടി. ജയ് ഭാരത് മാതാ. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളം.